ഭാരതവീരർതൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ അല്ല, നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്ന ബാൾട്ടി ബോയ്? ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതേ നിന്റെ കാരണമൊന്നും അല്ല, എന്റെ അമ്മേനെ കാരണമാണ്. ഷെടാ, മമ്മിക്ക് എന്ത് പറ്റി? ഇനിയിപ്പോ എന്തുണ്ടാവാനാ? അമ്മ കാരണം പാരച്യൂട്ട് ജമ്പിങ്ങിനുള്ള ഒരു ചാൻസ് മിസ്സായി പോയി. എന്ത് നല്ല ചാൻസ് ആയിരുന്നു അറിയാവോ? മമ്മി അവിടെ പേടിച്ചത് കാരണം മമ്മി ഒട്ട് ചാടിയതുമില്ല, എന്നെ ചാടാൻ സമ്മതിച്ചുമില്ല. ഈ അമ്മമാരെല്ലാവരും പേടിത്തൊണ്ടികളായിരിക്കും. ചെറിയൊരു അപകടം വന്നാൽ പോലും പേടിച്ചു പോകും. അപകടങ്ങളെ കൈകാര്യം ചെയ്യാൻ ആരുടെ അമ്മമാർക്കും അറിയില്ല. തെറ്റിപ്പോയി, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ആ, നമ്മുടെ മമ്മി വന്നല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കേൾക്കാനായി ഒരു പോരാളിയായ അമ്മയുടെ കഥ പറഞ്ഞു തരാം. ആ അമ്മയുടെ മനസ്സ് പൂവിനേക്കാൾ കോമളമായിരുന്നു, പക്ഷെ അമ്മയുടെ ധൈര്യം പാറയേക്കാൾ കരുത്തുറ്റതുമായിരുന്നു. അത് കൊള്ളാലോ, എങ്കിൽ കേൾപ്പിക്കട്ടെ. ആഹാ, എങ്കി പിന്നെ സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. ഈ കഥ കിട്ടൂരിലെ ധൈര്യവതിയായ മഹാറാണി റാണി ചെന്നമ്മയുടേതാണ്. ഇന്നത്തെ കർണാടകയുടെ ബൽഗാവി ജില്ലയിലാണ് കിട്ടൂർ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ രാജാവ് മലസർജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ രാജകുമാരൻ ശിവലിംഗയെ രാജാവായി അവരോധിച്ചു. റാണി ചിന്നമ്മ ശിവലിംഗയുടെ വളർത്തമ്മയായിരുന്നു. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ റാണി അവിടുത്തെ പ്രജകളെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നു. എല്ലാവരുടെയും പരാതികൾ കേൾക്കുന്നതും അത് പരിഹരിക്കുന്നതും റാണി തന്റെ കർത്തവ്യമായി കണക്കാക്കിയിരുന്നു. എനിക്കൊരു വിഷമം ഉണർത്തിക്കാനുണ്ട് മഹാറാണി. ഇത്തവണ മഴ തീരെ കുറവായതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ കുടുംബവും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പ് എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ അടുക്കളയിലേക്കും ഇന്ന് തന്നെ കൊട്ടാരത്തിലെ നിലവറയിൽ നിന്നും ധാന്യങ്ങൾ എത്തിച്ചിരിക്കും. നാം ഉള്ളപ്പോൾ ഇവിടെ ആരും വിശന്നു കിടന്നുറങ്ങേണ്ടി വരില്ല. അവിടുന്ന് മഹതിയാണ് റാണി ചെന്നമ്മ, അവിടുന്ന് മഹതിയാണ്. അങ്ങനെ ഒരു ദിവസം റാണി ചിന്നമ്മയ്ക്ക് മനസ്സിലായി അവരുടെ മകൻ ശിവലിംഗ ഇംഗ്ലീഷുകാരുമായി ഒത്തുചേർന്ന് കരാർ വെച്ചു. എന്ത്? ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പായെന്നോ? അവിടുന്ന് എന്താണ് ഈ പറയുന്നത് മഹാരാജൻ? എന്നോട് ക്ഷമിക്കണം റാണിയമ്മേ. എനിക്കറിയാം അവിടത്തോട് ആലോചിക്കാതെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തതെന്ന്. പക്ഷെ ഞാൻ അവിടത്തോട് ചോദിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് ഒരിക്കലും ഇതിന് അനുവദിക്കില്ലായിരുന്നു. ഇതെല്ലാം പേഷ്വാമാരോട് ഞാൻ എന്റെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം വീട്ടാൻ വേണ്ടി ചെയ്തതാണ്. പേഷ്വാമാരുടെ വിശ്വാസവഞ്ചന കാരണമാണ് എന്റെ പിതാവ് മരണമടഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല. ആ വെള്ളക്കാരൻ ഓഫീസർ തോമസ് മൺട്രോ പേഷ്വാമാരെ ആക്രമിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളക്കാരോട് സൗഹൃദം സ്ഥാപിച്ചത്. സൗഹൃദമോ? വെള്ളക്കാരാരുടെയും സുഹൃത്തുക്കളാവില്ല. എന്തൊത്തുതീർപ്പാണ് അങ്ങുണ്ടാക്കിയത്? ഇന്നു മുതൽ എല്ലാ വർഷവും കിട്ടൂർ വെള്ളക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന കപ്പം 1,70,000 ആയിരിക്കും. അതിനു പകരമായി വെള്ളക്കാർ കിട്ടൂരിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. ഈ ഉപായം അങ്ങയോട് പറഞ്ഞത് മലപ്പാവും വെങ്കിട്രാവുമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഉപായം പറഞ്ഞത് അവർ തന്നെയാണ് റാണിയമ്മ, പക്ഷെ തീരുമാനമെടുത്തത് ഞാൻ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരോട് ചേർന്ന് പേഷ്വയെ തോൽപ്പിച്ചുകൊണ്ട് മഹാരാജ ശിവലിംഗ സ്വന്തം പിതാവിന്റെ മരണത്തിന് പകരം വീട്ടി. കുറച്ചുനാള് കഴിഞ്ഞ് മഹാരാജാവിന്റെ ആരോഗ്യം വളരെ മോശമായി. ഈ വിവരം ധാർവാറിലെ കളക്ടർ ജോൺ ഠാഗരിയുടെ ചെവിയിലെത്തിയപ്പോൾ, ഡോക്ടർ ബെൽ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് കിട്ടൂരിലെ മഹാരാജാവിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന്. നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ ചികിത്സിക്കണം. കളക്ടർ അദ്ദേഹത്തെ ചികിത്സിക്കാൻ ഡോക്ടറെ അയച്ചെങ്കിലും അതിനുള്ളിൽ തന്നെ മഹാരാജാവ് ശിവലിംഗപ്പയുടെ അസുഖം ചികിത്സിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. രാജമാതാ, മഹാരാജാവിന് ഇനി അധിക സമയം ബാക്കിയില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഈ നിയമപ്രകാരമുള്ള രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. മഹാരാജാവ് ശിവലിംഗ ഒരു പുത്രനെ ദത്തെടുക്കാൻ പോകുന്നു. എന്താ ഇപ്പൊ ഒരു ദത്തുപുത്രന്റെ എന്താവശ്യമുണ്ട് രാജമാതാ? അവിടെ നിന്നുണ്ടല്ലോ. നാമുണ്ട്. പക്ഷെ മഹാരാജാവിന് അനന്തരാവകാശികളില്ലാത്തതുകൊണ്ട് വെള്ളക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ദത്തുപുത്രനെ സിംഹാസനത്തിൽ ഇരുത്തേണ്ടത് ആവശ്യമാണ്. റാണി ചെന്നമ്മ മഹാരാജ് ശിവലിംഗയുടെ കയ്യക്ഷരം അഡോപ്ഷൻ പേപ്പറിൽ ചെയ്യിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മലപ്പ, നിങ്ങളും വെങ്കിട്ടും ഇതിൽ സാക്ഷികളായി ഒപ്പിട്ട് തരേണ്ടതാണ്. അവിടുത്തെ ആജ്ഞ പോലെ രാജമാതാ. മലപ്പയും വെങ്കട്രാവും ആ രേഖയുമായി കളക്ടറുടെ മുന്നിൽ എത്തിച്ചേർന്നു. മഹാരാജാവ് ഈ രേഖയിൽ സൈൻ ചെയ്തത് നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ വച്ചാണോ?
നോ സർ. വാട്ട് അബൌട്ട് യു ഡോക്ടർ ബെൽ? ഞാൻ കിട്ടൂരെത്തുന്നതിന് മുൻപ് തന്നെ മഹാരാജാവ് ജീവൻ വെടിഞ്ഞിരുന്നു. അതായത് ഈ സൈൻ കിങ് ശിവലിംഗയുടേതാണെന്ന് തെളിയിക്കാൻ ഒരു രേഖയുമില്ല. ഈ സിഗ്നേച്ചർ വ്യാജമായിരിക്കാനും സാധ്യതയുണ്ട്. ഈ ലെറ്റർ ഒരുപക്ഷെ കിങ്ങിന്റെ മരണശേഷം ഉണ്ടാക്കിയതാകാനും സാധ്യതയുണ്ട്. റാണി ചിന്നമ്മയെ അറിയിക്കുക, ഈ വ്യാജമായ ദത്തെടുക്കൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. കിട്ടൂരിന് അനന്തരാവകാശികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നു മുതൽ കിട്ടൂരിൽ ബ്രിട്ടീഷുകാരായിരിക്കും ഭരണം നടത്തുക. മലപ്പയും വെങ്കട്രാവും തുടക്കം മുതലേ കിട്ടൂരിന് ദ്രോഹമാണ് ചെയ്തു വന്നത്. പിന്നീട് റാണി ചെന്നമ്മ എന്താ ചെയ്തത്? റാണി ചെന്നമ്മ രാജദ്രോഹികളായ മലപ്പയ്ക്കും വെങ്കട്ടിനും വധശിക്ഷ കൊടുത്തു. അത് കഴിഞ്ഞ് ഗവർണർ ലോർഡ് എൽഫൻസ്റ്റന് കത്തിലൂടെ അറിയിച്ചു അവരുടെ ദത്തെടുത്ത ചെറുമകനെ കിട്ടൂരിന്റെ അനന്തരാവകാശിയായി അംഗീകരിക്കണമെന്ന്. പക്ഷെ ഗവർണർ റാണിയുടെ നിർദ്ദേശത്തെ അവഗണിച്ചു. പിന്നെന്ത് സംഭവിച്ചു? യുദ്ധം, ഘോരമായ യുദ്ധം. ഓഫീസർ വാൾട്ടർ, ഓഫീസർ സ്റ്റീവൻസൺ, ഞാൻ നിങ്ങൾക്ക് 20,000 പടയാളികളെ തന്നിരിക്കുന്നു. ഈ യുദ്ധം ജയിക്കാൻ അവർ ധാരാളമാണ്. പക്ഷെ എന്നിട്ടും ഞാൻ ബാറ്റിൽ ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ്. അതെന്തിനാണെന്നറിയാമോ? റാണി ചെന്നമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര പൊടിയുന്നത് എനിക്കിന്ന് കാണണം. ശത്രുക്കൾ എണ്ണത്തിൽ നമ്മളെക്കാൾ കൂടുതലുണ്ട്. അവരുടെ ആയുധങ്ങളും നമ്മളെക്കാൾ മെച്ചപ്പെട്ടതാണ്. പക്ഷെ ശത്രുക്കളുടെ കയ്യിലില്ലാത്ത 2 കാര്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്: നിശ്ചയദാർഢ്യവും ആത്മാഭിമാനവും. സേനാപതി ബാലപ്പ, കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാം, പക്ഷേ മരണം വരെയും തോൽവി നമ്മൾ സമ്മതിക്കില്ല. കിട്ടൂരിന്റെ റാണിയുടെയും കിട്ടൂരിന്റെ സേനയുടെയും പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ ഭയന്നുപോയി. ആ യുദ്ധത്തിൽ കളക്ടർ ഠാക്കറെ കൊല്ലപ്പെട്ടു. വാൾട്ടർ, എലിയറ്റ്, സ്റ്റീവൻസൺ എന്നിവരോടൊപ്പം ബ്രിട്ടീഷ് സൈനികരും ബന്ദികളാക്കപ്പെട്ടു. അതിനുശേഷം ബ്രിട്ടീഷുകാർ കിട്ടൂരിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ക്യാപ്റ്റൻ ചാപ്ലിന് നൽകി. സർ, സോലാപൂരിൽ നിന്നും മൈസൂരിൽ നിന്നുമുള്ള ആളുകൾ വന്നിരിക്കുന്നു. പക്ഷെ കിട്ടൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി സോലാപൂരിലെയോ അല്ലെങ്കിൽ മൈസൂരിലെയോ മാത്രം പട്ടാളക്കാർ മതിയായിരുന്നു. ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് കളക്ടർ ഠാക്കറെ കൊല്ലപ്പെട്ടത്. ഓഫീസർ വാൾട്ടറും സ്റ്റീവൻസണും ചെന്നമ്മയുടെ തടവ് പുള്ളികളായത്. മനസ്സിലായി സർ. ആദ്യം നമ്മൾ കിട്ടൂരിനെ ആക്രമിക്കും, റാണിയെ തോൽപ്പിക്കും, എന്നിട്ട് നമ്മൾ നമ്മുടെ ഓഫീസർമാരെ സ്വതന്ത്രരാക്കും. പക്ഷേ നമ്മൾ ഇതെങ്ങനെ സാധിക്കും സർ? I have a plan. മനസ്സിലെ ചതിയും ദുഷ്ടതയും മറച്ചുവെച്ചുകൊണ്ട് കൗശലക്കാരനായ ചാപ്ലിൻ റാണി ചെന്നമ്മയ്ക്ക് ഒരു ശാന്തി സന്ദേശം അയച്ചു. റാണി ചെന്നമ്മ, കമ്മീഷണർ ചാപ്ലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ അവരുടെ ഓഫീസർമാരെയും തടവുപുള്ളികളെയും വിട്ടേക്കണമെന്നാണ്. അതിനു പകരമായി അവർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കില്ല എന്നാണ്. പക്ഷെ എനിക്ക് അവരുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല. അവരുടെ വാക്കുകളിൽ എനിക്കും വിശ്വാസമില്ല. അവരുറപ്പായി നമ്മളെ ആക്രമിക്കും. പക്ഷെ നമ്മൾ പ്രാകൃതരല്ല. അവരുടെ സൈനികരെ തടവിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് യുദ്ധം ചെയ്യാം. ആ 2 ഓഫീസർമാരെയും സൈനികരെയും നിങ്ങൾ വിട്ടയച്ചേക്കൂ. നിങ്ങൾ 2 പേരും തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് കിട്ടൂരിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കാം. റാണി ചെന്നമ്മ പരാജയം സമ്മതിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ബട്ട് സർ, മഹാറാണി വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. സർ, നമ്മൾ നമ്മളുടെ വാക്ക് പാലിക്കണം. വാട്ട് മൈ ഫുഡ്? കളക്ടർ ഠാക്കറെ കൊന്നതിലൂടെ റാണി ചെന്നമ്മ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഇനി അവരെ ചവിട്ടി മെതിക്കാനുള്ള നമ്മുടെ അവസരമാണ്. കിട്ടൂരിനെ നമ്മൾ കീഴ്പ്പെടുത്തിയേ മതിയാകും. അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളും സാവധാനം നമ്മൾക്കെതിരെ തിരിയാൻ തുടങ്ങും. കമ്മീഷണർ ചാപ്ലിൻ കിട്ടൂരിനെ ആക്രമിച്ചു. വെള്ളക്കാർക്ക് മുഖമടച്ചു മറുപടി കൊടുത്ത റാണി ചെന്നമ്മയെ അവസാനം അവർ ബന്ദിയാക്കി മാറ്റി. ഇവർക്ക് പ്രാണനേക്കാൾ വലുത് സ്വാതന്ത്ര്യമാണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇവരെ കൊല്ലില്ല. ബ്ലോങ്ങർ കോട്ടയിൽ തടവിലാക്കൂ ഈ ചെന്നമ്മയെ.
5 വർഷം ആ ജയിലിൽ കഴിഞ്ഞതിനു ശേഷം 1829 ഫെബ്രുവരി 21 ഭാരതാംബയുടെ ഈ വീരപുത്രി ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ അന്ത്യശ്വാസം വലിച്ചു. പക്ഷെ തന്റെ അവസാന ശ്വാസം വരെയും ആത്മാഭിമാനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ആവേശം അവർ കൈവിട്ടില്ല. സല്യൂട്ട് ചെയ്യുന്ന ഇത്രയും വലിയൊരു ദേശഭക്തയെ, അവരുടെ ഭക്തിയെയും. റാണി ചെന്നമ്മയുടെ ബഹുമാനാർത്ഥം 2007 നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ അവരുടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ മനസ്സിലായോ ക്രേഷ്? അമ്മമാരൊരിക്കലും പേടിച്ചു നിൽക്കുന്നവരല്ല. അപകടങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നത് എങ്ങനെയെന്ന് അവർക്കറിയാം. യെസ് മമ്മി. റാണി ചെന്നമ്മയുടെ ധൈര്യം നമ്മൾക്കെല്ലാവർക്കും ഊർജം പകരുന്നതാണ്. റാണി ചെന്നമ്മയ്ക്ക് ജയ്! അഭിമാനത്തോടെ പറയൂ. भारत है हम ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.